എന്താ അച്ചു? പപ്പ പറഞ്ഞതൊക്കെ ഞാൻ കേട്ടായിരുന്നു. ചേച്ചി, നമുക്ക് ഈ കല്യാണം വേണ്ട. ചേച്ചിക്കും ഈ ബന്ധത്തിനോട് താല്പര്യമില്ലെന്ന് എനിക്കറിയാം. പിന്നെ എന്തിനാ ഇങ്ങനെ? അച്ചു, മതി. എനിക്ക് താല്പര്യമില്ലെന്ന് നിന്നോട് ആരാ പറഞ്ഞേ? എനിക്ക് ഒരു എതിർപ്പുമില്ല. ചേച്ചി, ഞാനൊന്ന് പറയുന്നേ. മതി. ഇനി ഇതിനെ പറ്റിയൊരു സംസാരം നമുക്കിടയിൽ വേണ്ട. പപ്പയ്ക്ക് എന്താണ് ഇഷ്ടം അത് തന്നെയാ എൻ്റെ തീരുമാനം. എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. എനിക്കൊരു താല്പര്യക്കുറവുമില്ല. ചേച്ചി, ഹലോ. എന്താ അച്ചു, നീ എന്നെ പുറത്ത് നിന്നപ്പോൾ ഒന്ന് വിളിച്ചാലേ ഉള്ളൂ. ഉറങ്ങാൻ പോവാന്നൊക്കെ പറഞ്ഞിട്ട് നീ ഉറങ്ങിയില്ലായിരുന്നോ? അതച്ചു, ഒരു പ്രശ്നമുണ്ട്. പ്രശ്നോ? എന്താ അച്ചു, നീ കാര്യം പറയ്. അത് ചേച്ചിയുടെ പെണ്ണാണല്ലോ നാളെ. പപ്പ എല്ലാം തീരുമാനിച്ചുറപ്പിച്ച പോലെയാ. നല്ല പ്രപ്പോസലാ. ഇത് പപ്പ ഉറപ്പിച്ചു എന്നൊക്കെ പറയണേ. ഇതെന്താ പെട്ടെന്ന് ഇങ്ങനൊരു തീരുമാനമൊന്നും എനിക്കറിയില്ല. ചേച്ചി ഓഫീസിൽ നിന്ന് ലേറ്റായി വന്നതിന് ആദ്യം കുറേ ഷൗട്ട് ചെയ്തു. പിന്നെ ഓഫീസിൽ നിന്ന് കുറച്ച് ദിവസം ലീവ് എടുക്കാൻ. നാളെ ചേച്ചിയെ കാണാൻ ആർക്കും ഇങ്ങോട്ട് വരുന്നു. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല അജു. ചേച്ചിയോട് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു. പക്ഷെ പപ്പയ്ക്ക് എന്താണോ ഇഷ്ടം അത് തന്നെയാ ചേച്ചിയുടെ തീരുമാനം. ചേച്ചി പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല അജു. എന്തെങ്കിലും എത്രയും പെട്ടെന്ന് ചെയ്തില്ലെങ്കിൽ ഇതെവിടെ കൊണ്ട് അവസാനിക്കുമെന്ന് എനിക്കറിയില്ല. പെണ്ണാണല്ലോ, അതെന്താ ഇത്ര പെട്ടെന്ന് ഒരു മുന്നറിയിപ്പില്ലാണ്ട്? ഇന്ന് നിന്റെ പപ്പ ഓഫീസിൽ വന്ന് അത്രയും പറഞ്ഞപ്പോഴെനിക്ക് തോന്നിയതാ എന്തോ കാര്യമായിട്ടുണ്ടെന്ന്. പക്ഷേ ഇതിപ്പോൾ സൂര്യേട്ടനോട് പറയാന്ന് വെച്ചാൽ അങ്ങനെ മൂക്കുമുട്ടം കുടിച്ച് ബോധമില്ലാണ്ട് കിടക്കുക. ഇപ്പോൾ കൊണ്ടങ്ങ് കിടത്തിയതേ ഉള്ളൂ. എവിടെയാന്നുള്ള ബോധം പോലും ഇല്ല. ആ ബോധമില്ലാത്ത ഏട്ടനോട് ഞാൻ എന്ത് പറയാനാ? പറഞ്ഞാലും അത് ഏത് സ്വഭാവത്തോടെ എടുക്കുമെന്ന് എനിക്കറിയില്ല. എന്തായാലും നാളെയല്ലേ, എന്തെങ്കിലും ഒരു വഴി ഉണ്ടാവും. നീ ടെൻഷൻ അടിക്കണ്ട. പെണ്ണ് കാണലല്ലേ, സാരമില്ല. അതിനു മുമ്പ് നമുക്ക് എന്തെങ്കിലും ചെയ്യാം. നീ ഇപ്പോൾ ടെൻഷൻ അടിക്കാതെ കിടക്ക്. നീ എന്താ ജു രാവിലെ തന്നെ അവൻ്റെ റൂമിലോട്ടൊരു വരവ്? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അത് ഏട്ടാ, പ്രശ്നമൊന്നുമില്ല. ഞാൻ വെറുതെ എന്നെ അബീട്ട എന്തിനാ ഏട്ടൻ്റെ റൂമ് പൂട്ടുന്നേ? എനിക്ക് ഏട്ടനോട് അത്യാവശ്യം ഒരു കാര്യം പറയാനുണ്ട്.
എന്താ അത്യാവശ്യമായിട്ട് പറയാനുള്ളതെന്നൊക്കെ എനിക്കറിയാം. അതിപ്പോൾ എന്തായാലും പറയണ്ട. അവൻ ഇന്ന് ഈ റൂമിൻ്റെ പുറത്ത് പോവുകയില്ല. എൻ്റെ വാക്ക് തിരിച്ച് ഈ റൂം തുറക്കാൻ ആരും ശ്രമിക്കുകയും വേണ്ട. ഏട്ടാ ഏട്ടാ എന്താ കാണിക്കണേ? സൂര്യട്ടൻ ഇത് വല്ലതും അറിഞ്ഞ എന്താ കോലാഹലം ഉണ്ടാക്കാന്ന് അറിയില്ലേ? അവൻ ഇനി ഇവിടെ എന്ത് പ്രശ്നം ഉണ്ടാക്കിയാലും ഈ റൂം വിട്ട് അവൻ ഇന്ന് പുറത്ത് പോവില്ല. ഈ വീട്ടിൽ നിന്നും പുറത്ത് പോവില്ല. എല്ലാവരോടും കൂടിയാ. എൻ്റെ അനുവാദമോ ഞാൻ അറിയാണ്ടോ ഈ റൂം തുറക്കാനോ അവൻ പുറത്തോട്ട് പോവാനോ പാടില്ല. അനുചേച്ചെങ്കിൽ അബിയേട്ടനോട് ഒന്ന് പറയും. സൂര്യട്ടൻ ഇതൊക്കെ അറിഞ്ഞ വലിയ പ്രശ്നമാവും. എന്തെങ്കിലും ഒന്നും ചെയ്യാൻ ചേച്ചി. അജു അബിയേട്ടനോട് പറഞ്ഞാലും അബിയേട്ട ഇത് തുറക്കുന്നു തോന്നുന്നില്ല. കാരണം അപ്പുവാ പറഞ്ഞേ ആ വാക്ക് ധിക്കരിച്ച് അബിയേട്ട ഒന്നും ചെയ്യില്ല. അതുകൊണ്ട് അബിയേട്ടനെ നിർബന്ധിക്കാൻ നിൽക്കണ്ട. ഓ ഷിറ്റ്. ഇപ്പൊ എന്താ ചെയ്യാൻ പറ്റുക? സൂര്യയുടെ റൂമിൽ നിന്ന് പുറത്തിറക്കാണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. സൂര്യേട്ടാ ഒന്ന് ഫോൺ എടുക്കും. സൂര്യേട്ടാ പ്ലീസ്. എൻ്റെ തല ഇത് എവിടെയാണ്? ഓ എന്ത് തലവേദന! ഇതാരെ രാവിലെ തന്നെ? അച്ഛൻ്റെ കുറേ മിസ് കോൾ ഉണ്ടല്ലോ. ആവണി വിളിച്ചിട്ടുണ്ടല്ലോ. ഹലോ ആവണി, എന്താന്ന് വിളിച്ചേ? ഇപ്പോഴാ കോള് കണ്ടേ? സൂര്യേട്ടാ എത്ര നേരം കൊണ്ട് വിളിക്കാന്നറിയോ? ഞാനും അജു മാറി വിളിക്കാം. സൂര്യേട്ടൻ ഇവിടെ നടക്കുന്ന വല്ല അറിയുന്നുണ്ടോ? അത് പറയാനായിട്ട് വിളിച്ച ഫോൺ എടുക്കത്തില്ല. എന്താ അച്ചു? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്രശ്നം ഉണ്ടോന്നോ? എന്റെ സൂര്യേട്ടാ ചേച്ചിയുടെ കല്യാണം തീരുമാനിക്കാൻ പോവാ. ഇന്ന് ആർക്ക് ചേച്ചി കാണാൻ വരുന്നുണ്ട്. അത് പറയാനായിട്ട് വിളിച്ച സൂര്യനെ കിട്ടുന്നുമില്ല. എനിക്ക് എന്താ ചെയ്യേണ്ടെന്ന് അറിയില്ല. ചേച്ചിയോട് പറ്റാവുന്ന പോലെ പറയാൻ ശ്രമിച്ചു, പക്ഷെ എനിക്ക് തോന്നുന്നില്ല. ചേച്ചി പപ്പ എന്താണോ പറയുന്നത് അതനുസരിക്കൂ. അജുവിനെ ഞാൻ വിളിച്ചിരുന്നു, പക്ഷെ ഇന്നലെ കുറിച്ചിട്ട് സൂര്യേട്ടന് ഒട്ടും ബോധമില്ല എന്ന് പറഞ്ഞു. അവര് വരാൻ സമയമായി. എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല സൂര്യേട്ടാ. നീ ടെൻഷൻ അടിക്കണ്ട, ഞാൻ ദാ വരുന്നു. ഈ ഡോറിന്റെ തുറക്കാൻ പറ്റത്തെ. അജു എടാ, ആരെങ്കിലും ഉണ്ടോ? അബേട്ടാ ഈ വാതിന്റെ ലോക്ക് വീണുപോയി. ആരെങ്കിലും ഉണ്ടോ? ഇതൊന്ന് തുറന്നേ. അജു എടാ. ഏട്ടാ ഞാനിവിടെ ഉണ്ട്. ഏട്ടാ വാതില് അബേട്ടൻ പുറത്തുനിന്ന് ലോക്ക് ചെയ്തു.
மட்டும் வாழும் இதயமடி உயிருள்ள வரை വാട്ട് ലോക്ക് ചെയ്തെന്നോ? നോ അജു, ഇതെങ്ങനെയെങ്കിലും ഒന്ന് തുറക്ക അജു. എനിക്ക് മാനസിക നില തെറ്റുന്നുണ്ട്. അബേട്ട അബേട്ട പ്ലീസ് ഓപ്പൺ ദിസ് ഡോർ. അബേട്ട സുരേട്ട പ്ലീസ് കാം ഡൗൺ. ഞാൻ അബേട്ടനോട് പറഞ്ഞു, പക്ഷേ അബേട്ടൻ ഈ വാതിൽ തുറക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നോ, എനിക്ക് ഈ ഡോർ തുറന്നേ പറ്റൂ. മര്യാദയ്ക്ക് വാതിൽ തുറക്ക. ഇല്ലേ ഞാൻ ചവിട്ടി പൊളിക്കും. സൂര്യ മതി. എത്ര ബഹളം വെച്ചാലും ചവിട്ടി തുറന്നാലും ഈ വാതിൽ തുറക്കാൻ പോണില്ല. ഇന്നൊരു ദിവസത്തേക്ക് നീ റൂമിന്റെ പുറത്തുനിന്നും പോവില്ല. ഈ വീടിന്റെ പുറത്ത് നീ പോവില്ല. ഇത് നിന്റെ ഏട്ടനാ പറഞ്ഞേ. खुदा तू ही दुआ में शामिल तेरे बिना गुजारा അബേട്ട പ്ലീസ് എന്നോട് ഇത് ചെയ്യരുത്. അബേട്ടനെ അറിയാം ഞാൻ എന്റെ ജീവനം കൈ പിടിച്ചിവിടെ നിൽക്കണേന്ന്. എന്റെ മാനസിക നില തെറ്റോ? പ്ലീസ് അബേട്ട പ്ലീസ് ഓപ്പൺ ദിസ് ഡോർ. സൂര്യ സ്റ്റോപ്പ് ദിസ് നോൺസെൻസ്. നീ ആർക്ക് വേണ്ടിയാ ഇങ്ങനെ ഇടന്ന? അവനിക്കോ? എന്നാ അവള് തന്നെയാ പറഞ്ഞേ, ഇന്ന് നീ ഈ വീട്ടിന് പുറത്ത് പോരുതെന്നും അങ്ങോട്ട് അവളെ കാണാൻ ചെല്ലരുതെന്നും. അതിന് ഈ ഒരു വഴിയെ ഏട്ടൻ കണ്ടോളൂ. നീ എന്തൊക്കെ പറഞ്ഞാലും എന്തൊക്കെ ചെയ്താലും ഈ വാതിൽ ഇന്ന് തുറക്കില്ല. ये जिस्म भी मेरा उतना मेरा नहीं जितना हुआ तेरा तूने അബേട്ട പ്ലീസ് അബേട്ട, ഞാൻ കാല് പിടിക്കാം. ഈ വാതിലൊന്ന് തുറക്ക്. എനിക്ക് പറ്റുന്നില്ല. എന്റെ കൈയും കാലും ഒക്കെ തളർന്നു പോണ പോലെ, എന്റെ കയ്യിൽ നിന്നെല്ലാം നഷ്ടമാണ പോലെ. അബേട്ട പ്ലീസ്. സുരേട്ട വിഷമിക്കണ്ട. നമുക്ക് എന്തെങ്കിലും വഴി ഉണ്ടാക്കാം. പെണ്ണാണല്ലേ, അതൊരു കണ്ടിട്ട് പോട്ടെ. നമുക്ക് എന്തെങ്കിലും ചെയ്യാം. സുരേട്ട വിഷമിക്കല്ലേ. അബേട്ട ഈ വാതിലൊന്ന് തുറക്കാം ബേട്ട പ്ലീസ്. ഒരു പ്രശ്നം സുരേട്ട ഉണ്ടാക്കാൻ പോകത്തില്ല. പ്ലീസ് അബേട്ട ഈ വാതിലൊന്ന് തുറക്ക്. എനിക്കൊരു വാക്കേ അത് തെറ്റിച്ച് ഞാനൊന്നും ചെയ്യില്ല. ഇന്ന് അവൻ റൂമിൽ നിന്ന് പുറത്ത് പോകത്തില്ല. അബേട്ട तेरी मौजूदगी से ये जिंदगानी महरूम है जीने का कोई दूजा तरीका मेरे दिल को तुझको कितनी प्लीज ओपन दिस डोर. चाहे तो रहना अजू तो नहीं है ये एक तरफा मेरा सफर खूबसूरत എന്നോടിത് ചെയ്യല്ലേ അബേട്ട. എനിക്കവളില്ലാണ്ട് പറ്റില്ല. പ്ലീസ് ഓപ്പൺ ദിസ് ഡോർ. ആജു इश्क मेरा कामिल तेरे बिना गुजारा है दिल है मुश्किल.
മോളെ അപ്പോ അവര് വന്നു, താഴോട്ട് വാ. ചേച്ചി ഒന്നുകൂടി ആലോചിച്ചിട്ട് പോരെ. ക്ലാര മാം, Six, seven, time for heaven. Six, seven, I'm കാർത്തി. ഞങ്ങളെ ഇവിടെ ഒട്ടും പ്രതീക്ഷിച്ചാണില്ല അല്ലേ? ഞങ്ങളാ വരുന്നേന്ന് പറഞ്ഞിട്ടില്ലാന്ന് കൃഷ്ണ പറയുകയും ചെയ്തു. അതവളുടെ മുഖത്തൊന്നും എന്നെ വായിച്ചറിയാൻ പറ്റുന്നില്ലേ? അവൾ എന്താ നടക്കണെന്ന് ആലോചിച്ച് നിൽക്കുന്ന നിപ്പ. നിങ്ങൾ രണ്ടാളും എന്താ ഒന്ന് മിണ്ടാണ്ടിരിക്കണേ? സാധാ കണ്ട ഭയങ്കര സംസാരമാണല്ലോ രണ്ടുപേരും. എന്നാ അവരെന്തെങ്കിലും സംസാരിക്കട്ടെ അല്ലേ കൃഷ്ണ? പിന്നെന്താ, അവർക്കിടയിൽ ഇതിനെ പറ്റി ഒന്ന് ഡിസ്കസ് ചെയ്യട്ടെ. മോളെ, കാർത്തിക് കൊണ്ട് മുകളിലോട്ട് ചെല്ലാം. താനെന്താടോ ഒന്നും മിണ്ടാത്തെ? കുറേ നേരമായാലും നമ്മളിങ്ങനെ പുറത്തോട്ട് നോക്കി നിൽക്കുന്നു. എനിക്കും എങ്ങനെ പറഞ്ഞു തുടങ്ങണമെന്നറിയില്ല. കാരണം താനിതൊട്ട് എക്സ്പെക്റ്റ് ചെയ്യില്ല എന്ന് എനിക്കറിയാം. ഞാനും ഇത് എക്സ്പെക്റ്റ് ചെയ്തില്ല. മമ്മി പറഞ്ഞപ്പോൾ എനിക്ക് നല്ലതാന്ന് തോന്നി, നോ പറയാൻ തോന്നിയില്ല. പിന്നെ നമുക്ക് പരസ്പരം കുറേ നാളായിട്ട് അറിയുന്നതല്ലേ, തന്നെ അറിയാം, എന്നെ തനിക്കും അറിയാം. പിന്നെ തനിക്കറിയാലോ എൻ്റെ മമ്മയും പപ്പയും ഇൻ്റർ കാസ്റ്റ് മാരേജാന്ന്. മമ്മയുടെ ഒരു ആഗ്രഹമായിരുന്നു പപ്പയുടെ അതേ മതത്തിലുള്ള ഒരാളെ കൊണ്ട് തന്നെ മോനെ കിട്ടിക്കോളന്ന്. അപ്പോൾ ആലോചിച്ചപ്പോൾ തൻ്റെ മുഖമായിരിക്കും ആദ്യം മമ്മയുടെ മനസ്സിൽ വന്നേ. പിന്നൊന്നും നോക്കിയില്ല, അപ്പം തന്നെ കൃഷ്ണ സാറിനെ വിളിച്ച് പറയുകയും ചെയ്തു. ആൾക്ക് നല്ല സന്തോഷമായി. അപ്പം തന്നെ യെസ്സും പറഞ്ഞു. എല്ലാം ഇത്ര പെട്ടെന്ന് നടക്കുമെന്ന് ഞാനും കരുതിയില്ല. വിളിച്ചു പറഞ്ഞു ഉടനെ പെണ്ണാണേല് സോ ഫാസ്റ്റ്. ഞാനും ഒരു ഷോക്കിൽ നിൽക്കാം. ഹേയ് അവന്തിക, അവന്തിക, താനിത് എവിടെയാടോ? ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു, താൻ വല്ലതും കേട്ടോ? അതോ ഇപ്പോഴാ ഷോക്കിൽ തന്നെ നിൽക്കുവാണോ? ഏയ് ഒന്നുമില്ല കാർത്തി, എനിക്കിതൊക്കെ ഒന്ന് പ്രോസസ്സ് ചെയ്തെടുക്കാൻ കുറച്ച് ടൈം വേണമല്ലോ, അതാ. കാർത്തി എന്താ പറഞ്ഞേ? ഓ ഗോഡ്, ഞാനിപ്പോൾ ഇത്രയും നേരം വാർത്തവരെന്താ പറഞ്ഞതൊന്നും താൻ കേട്ടില്ല? വേറൊന്നുമില്ലടോ, തനിക്കറിയുന്ന കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞത്. ഇറ്റ് വാസ് സോ അൺഎക്സ്പെക്റ്റഡ്. തന്നെ പോലെ ഒരു ഷോക്കിൽ തന്നെയാണ് ഞാനും. പിന്നെ തനിക്കിതിനൊരു സമ്മതക്കുറവില്ലാന്ന് ഞാൻ വിശ്വസിച്ചോട്ടെ. അത് കാർത്തി, ഞാനിപ്പോൾ എന്തു പറയാനാ? സമ്മതക്കുറവ് അത് കാർത്തി മതിയടാ, ബാക്കി കല്യാണത്തിന് ശേഷം പറയാൻ കൂടി വെച്ചേക്ക്. ഒന്ന് പോമാമ, നമ്മളതിനെങ്ങനെയൊന്നും സംസാരിച്ചില്ല. അവന്തിക്ക് ഷോക്കില്ല.
അതുകൊണ്ട് ആള് ഞാൻ പറയുന്ന ഒന്നും കേൾക്കുന്നില്ല, വേറെ ഏതോ ലോകത്താ. എന്നാ ശരിയടോ, ഞങ്ങൾ ഇറങ്ങുക. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി. ശരി എന്നാ ഞങ്ങൾ ഇറങ്ങുക. ഇനി നമ്മളും ഈ ഫാമിലി ഉള്ളതാണല്ലോ. എന്നാ പോട്ടെ. ഒരു നൂറാശകൾ മിഴികളിൽ മൊഴികളിൽ പൂത്തുവോ, മഴനൂൽ കനവുകൾ കരളിലെ വേനലിൽ പെയ്തുവോ, എന്നിഷ്ടമാ നെഞ്ചറിഞ്ഞുവോ, എൻ സ്വപ്നമാമയിൽ ഓർന്നുവോ, എത്ര നാൾ. സൂര്യ, സൂര്യ, പൂത്തുവോ. കനവുകൾ കരളിലെ വേനലിൽ പെയ്തുവോ. എന്തിനാ ഇനി ഇങ്ങനെ ഇരുന്ന് കരയുന്നേ? പപ്പയുടെ ഇഷ്ടത്തിന് വേണ്ടി ജീവിക്കല്ലേ? പപ്പയുടെ ആഗ്രഹം നടക്കാൻ വേണ്ടി സ്വന്തം ജീവൻ തന്നെ നഷ്ടപ്പെടുത്താൻ നിൽക്കുമല്ലേ? ആയിക്കോ, ഞാൻ പറയുന്ന കേൾക്കാൻ പോലുള്ള മനസ്സ് ചേച്ചിക്കില്ല. ആരോടെ ഈ വാശി? ആർക്ക് വേണ്ടി ഇങ്ങനെ ജീവിച്ചിട്ട്? പപ്പയ്ക്ക് വേണ്ടി ജീവിച്ച് ചേച്ചി സ്വന്തം സന്തോഷം മറന്നു കളയരുത്. ഇനിയെങ്കിലും ചേച്ചിക്ക് വേണ്ടി ഒന്ന് ജീവിക്കും. ഇങ്ങനെ ഉരുക്കിയിരുന്ന് ചാവുന്നത് കാണാൻ എനിക്ക് വയ്യ. അകലെ നാം ഇളനിലാവിൻ കുളിരുമായി യാമക്കിളികൾ രഹസ്യരാ. എന്തിനാ ചേച്ചി എല്ലാം ഇങ്ങനെ ഏറ്റെടുത്ത് സ്വയം ഉരുകുന്നത്? ചേച്ചിക്ക് ഈ കല്യാണത്തിനോട് താല്പര്യമില്ലെന്നും ഇഷ്ടമില്ലെന്നും ആരൊക്കെ നന്നായിട്ട് എനിക്കറിയാം. ഒറ്റ പ്രാവശ്യം, ഈ ഒരൊറ്റ പ്രാവശ്യമെങ്കിലും ചേച്ചിയുടെ മനസ്സ് പറയുന്ന ഒന്ന് കേക്ക്. സൂര്യട്ടൻ എന്ത് തെറ്റാ ചെയ്തു ചേച്ചി? ആ കുടുംബത്തിന് വേണ്ടി ആ മനുഷ്യൻ കൂടെ നിന്നതാണോ ചെയ്ത തെറ്റ്? ആരായാലും ചെയ്തു പോയില്ലേ? ചേച്ചിയുടെ സന്തോഷത്തിനും ആഗ്രഹത്തിനൊക്കെ വേണ്ടി ആ ബേട്ടൻ, ആ മനുഷ്യൻ ആ വീട്ടിൽ പൂട്ടിയിട്ടേക്കുക. അങ്ങനെ പൂട്ടിയിട്ടേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ എന്ത് മാത്രം ആ മനുഷ്യൻ ചേച്ചി സ്നേഹിക്കുന്നുണ്ടാവും. ചത്ത് ജീവിച്ച് പോയിരിക്കുന്ന സൂര്യനെ ജീവിതത്തിൽ ചേച്ചി കണ്ടിട്ടുണ്ടോ? ചെന്ന് നോക്ക്. ഒരു മനുഷ്യനോട് മിണ്ടാണ്ട് ചത്ത് ജീവിച്ച പോലെ ആ വീട്ടിരിപ്പുണ്ട്. ഒരൊറ്റ പ്രാവശ്യം ഒന്ന് മനസ്സിലാക്ക് സൂര്യേട്ടനെ. ഒരാളെ ഇഷ്ടമാണെന്ന് പറയാൻ പറ്റാമെന്നതിൻ്റെ അപ്പുറം പറഞ്ഞില്ലേ, ചെയ്തില്ലേ? ചേച്ചി സൂര്യേട്ടൻ സ്നേഹിക്കുന്ന പോലെ ആർക്കും സ്നേഹിക്കാൻ പറ്റില്ല. ആരും സൂര്യനെ പോലെ ചേച്ചി സ്നേഹിക്കില്ല. ഇതൊക്കെ ഞാൻ എങ്ങനെ അറിഞ്ഞു, എങ്ങനെ മനസ്സിലാക്കിയെന്ന് ചേച്ചി പറയണ്ട. ഇച്ചിരിയെങ്കിലും സ്നേഹം സൂര്യനോടുണ്ടെങ്കിൽ ചേച്ചി പോണം. ചേച്ചി പോയി സൂര്യനോട് സംസാരിക്കണം. അല്ലാണ്ട് സ്വബോധത്തിലോട്ട് സൂര്യന്റെ വരവും എനിക്ക് തോന്നുന്നില്ല. എനിക്ക് കൂടുതലൊന്നും ചേച്ചിയോട് പറയാനില്ല. ഇനിയെങ്കിലും ആ സ്നേഹം കാണാതിരിക്കരുത്. ചേച്ചിയുടെ മനസ്സിലെന്താന്നുള്ളത് കാണാതിരിക്കരുത്. എന്നിഷ്ടമാ നെഞ്ച
അപ്പു, നീ ഇതെങ്ങോട്ടാ ഈ രാത്രി? പോരത്തിന് പുറത്ത് നല്ല മഴയോ? എനിക്കൊന്ന് പുറത്തു വേണം പപ്പ. വേണ്ട, ഈ രാത്രി നീ എങ്ങോട്ടും പോണ്ട. പപ്പ പ്ലീസ്, ഈ ഒരൊറ്റ പ്രാവശ്യത്തേക്ക് എനിക്കൊന്ന് പുറത്ത് പോയേ പറ്റൂ. ഞാൻ പെട്ടെന്ന് തന്നെ തിരിച്ചു വരും. പ്ലീസ് പപ്പ. വൈകാതെ തന്നെ തിരിച്ചു വരണം. പിന്നെ ഡ്രൈവ് സ്ലോലി, നല്ല മഴയാണ്. അബിയേട്ടാ, അത് അപ്പു അല്ലേ? അവള് മഴ നനഞ്ഞാ വരുന്ന. അബിയേട്ടാ, ആ കൊടയെടുത്തേ. അപ്പു, നീ എന്താ ഈ സമയത്ത് ഇവിടെ? നീ എന്താ മഴയത്ത് നിൽക്കുന്നേ? വാ. എനിക്ക് സൂര്യയെ കാണണം. അവനോട് സംസാരിക്കാനാണ് ഞാൻ വന്നേ. സൂര്യ? അവൻ റൂമില് ഞാൻ ലോക്ക് ചെയ്തിട്ട്. നിക്ക, ഞാനിപ്പോൾ കീ എടുത്തിട്ട് വരാം. അപ്പോ ഇതാ കീ. എന്താ അപ്പോ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്രശ്നമൊന്നുമില്ല അബിയേട്ടാ. ഞാൻ സൂര്യനെ കാണാൻ വന്നതേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ചേച്ചി, അവൻ ഓക്കെയാണോ? എന്തേലും പറഞ്ഞോ? കുറെ നേരം എന്തൊക്കെയോ എറിഞ്ഞു പൊട്ടിക്കുന്ന സൗണ്ട് ഉണ്ടായിരുന്നു. വാതിലേക്ക് ചവിട്ടി പൊട്ടിക്കാൻ ശ്രമിച്ചായിരുന്നു. പക്ഷെ കുറച്ചു നേരമായിട്ട് ഒരു അനക്കവും ഇല്ല. വിളിച്ചിട്ട് വിളിയും കേൾക്കുന്നില്ല. എനിക്ക് ടെൻഷനായിട്ടാ ഞാൻ അച്ഛനെ വിളിച്ച്. ഒരു മെഴുതിരിയുടെ നെറുകയിലെരിയാൻ പ്രണയമേ. അജു, എനിക്ക് സൂര്യയോട് ഒന്ന് ഒറ്റയ്ക്ക് സംസാരിക്കണം. ഞാൻ താഴെ കാണാം ചേച്ചി. സൂര്യേട്ടൻ ഓക്കെയാണെന്ന് നോക്കിക്കണേ. വാതിൽ തുറന്ന എന്തായാലും വീട്ടിന് പുറത്ത് പോകുന്ന വെച്ച് ആരും വാതിൽ തുറന്ന് ഫുഡ് പോലും കൊടുത്തില്ല. ഞാൻ കുറെ പറഞ്ഞതാ, ആരും കേട്ടില്ല. തളർന്ന് ഉറങ്ങിപ്പോയതാവും. ഞാൻ താഴെ കാണും ചേച്ചി. മെഴുതിരിയുടെ നെറുകയിലെരിയാൻ പ്രണയമേ അരികിൽ വന്നു. बेटा दिखा नहीं। तू सफर मेरा है
है तू ही मेरी मंजिल, तेरे बिना गुजारा നീ എന്തിനാ എന്നോടിത് ചെയ്ത്? സൂര്യ, എനിക്ക് നിന്നെ അത്ര ഇഷ്ടമായതുകൊണ്ടല്ലേ ഞാൻ കരുതിയത് നിനക്കെന്നോട് അല്പമെങ്കിലും ഇഷ്ടമുണ്ടെന്ന. എനിക്ക് പറ്റണില്ലടി. നീ വേറെ ഒരാളുടെ ആവുന്നത് സങ്കല്പിക്കാൻ പോലും എനിക്ക് പറ്റണില്ല. എന്റെ ചങ്ങ പൊടിയാടി. എനിക്ക് നിന്നെ വേണം. എന്നെ ഒന്നും മനസ്സിലാക്കാവുന്നേക്ക പ്ലീസ്. സൂര്യ, സോറി സൂര്യ. എന്റെ സിറ്റുവേഷൻ അങ്ങനെ ആയതുകൊണ്ടല്ലേ. സോറി. ഇതല്ലാണ്ട് വേറൊരു വഴിയും ഞാൻ കണ്ടില്ല. ഇതറിഞ്ഞ് നീ എന്തായാലും വീട്ടിലേക്ക് വരുമെന്നും അതൊരു ഇഷ്ടാവുമെന്നും എനിക്കറിയായിരുന്നു. അതുകൊണ്ട് ആ വീടിനോട് എങ്ങനെയെങ്കിലും നീ വരുന്നത് തടയാൻ ഞാൻ പറഞ്ഞു. സോറി. എനിക്കിപ്പോ ഇങ്ങനെ ചെയ്യാനേ പറ്റും. നീ എന്നോട് ക്ഷമിക്കും. ज़मीन पे ना सही तो आसमां में आमिल, तेरे बिना गुजारा ऐ दिल है मुश्किल. സൂര്യ, പ്ലീസ് ലിസൺ ടു മീ. പപ്പയെ ഒന്ന് കൺവിൻസ് ആക്കാം. നീ എനിക്ക് കുറച്ച് സമയം താ. അതുവരെ ഒരു പ്രശ്നം നീ ഉണ്ടാക്കരുത്. അവന്തിക, നീ ഇപ്പൊ എന്താ പറഞ്ഞേ? ഒരു മന്ദസ്മിതം കൊഞ്ചി വിരിയുന്നുവോ പുതുമഞ്ഞിൻ മഴ. അത് സൂര്യ, പപ്പയോട് എല്ലാം പറയാൻ എനിക്ക് കുറച്ച് സമയം വേണം. പപ്പയെ കൺവിൻസ് ആക്കാന്ന് വെച്ച അത്ര എളുപ്പമല്ല. കണ്ണിൽ തെളിയുന്നുവോ, നെഞ്ചം ശൃംഗാര പദമാടി ഉണരുന്നുവോ. പപ്പയുടെ എന്തു പറയാൻ? നീ എന്താന്ന് വെച്ച ഒന്ന് തെളിച്ച് പറ. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അത് എനിക്ക് നിനക്ക് മുഖത്തോട്ട് നോക്കിടി. പറ, നിനക്ക് ഒന്ന് പറയടി. അത് സൂര്യ, വാടിയിൽ ഇനി നീ പൂക്കാലമല്ലേ. സംഗീത വീണയിൽ ഇനി നിൻ ഭൂപാളമല്ലേ. ഈ ഹൃദയലയ താളമേളയിൽ അനുരാഗ പാരായണം. ഇടനെഞ്ചിൽ പൂക്കും കവിഭാവന, ഇത് താരുണ്യമാം മഞ്ജിമ. ഒരു മന്ദസ്മിതം കൊഞ്ചി വിരിയുന്നു, നിനക്ക് നെഞ്ചം ശൃംഗാര പദമാടി സൂര്യ, സ്വയമാവേശം മതം തൂകി വഴിയുന്നുവോ. നീ വിളിക്കുന്ന പേരിലെന്നുയിർപ്പു മിഴിമൂടി വിടരും. നീ നടക്കുന്ന പാതയിൽ മയിൽപ്പീലി മലർ പോലെ പൊഴിയും. ഇരു കൈകൾ പുണരാത്ത മേനിയെ നിൻമിഴികൾ പന്താടിയോ. മലരമ്പൻ തേടുന്ന പിൻ
അവന്തിക സൂര്യ, തിങ്കൾ മുഖം കണ്ണിൽ തെളിയുന്നുവോ നെഞ്ചം ശൃംഗാര പദമാടി ഉണരുന്നുവോ സ്വയമാവേശം മതം തൂകി വഴിയുന്നുവോ തിരയായി നീ മാറൂ കരയോരം കളമൊഴികൾ നീയേകും what? പപ്പ, 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 ഇത് നോക്കിക്കോ പപ്പ. കേരളത്തിൽ നടക്കുന്ന അതിക്രൂരമായ കൊലപാതകം തന്നെയാണ് അരങ്ങേറിയിരിക്കുന്നത്. ആർക്കി ഗ്രൂപ്പിന്റെ MD റാണി റോയാണ് ക്രൂരമായി മരണപ്പെട്ട നിലയിൽ തങ്ങളുടെ വീട്ടിൽ കണ്ടെത്തിയത്. ശരീരഭാഗങ്ങൾ വേർപ്പെടുത്തി അതിക്രൂരമായാണ് ഈ കൊലപാതകം നടത്തിയിരിക്കുന്നത്. ഇതിലെ പ്രതികളെ കണ്ടെത്തുവാൻ ഇതുവരെ പോലീസിന് സാധിച്ചിട്ടില്ല. കൃഷ്ണാസ് ഗ്രൂപ്പിന്റെ മുൻ MD കൃഷ്ണകുമാറിന്റെ മുൻ ഭാര്യയാണ് റാണി ജോയ്. ശരീരഭാഗങ്ങൾക്ക് 2 ദിവസത്തെ പഴക്കമുണ്ടെന്ന് ഫോറൻസിക് വിദഗ്ധർ കണ്ടെത്തി.